നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടു പോസിറ്റീവ് അയോൺസ് ഈച്ച് ക്യാരിങ് എ ചാർജ് Q ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും സെയിം ചാർജ് ഉള്ള പോസിറ്റീവ് അയോൺസ് പ്ലസ് Q പ്ലസ് പ്ലസ് പ്ലസിന്റെ രണ്ട് അയോൺസ് ഡിസ്റ്റൻസ് D. They are separated by distance D. If force F is the repulsion between the ions. ഇപ്പോൾ സെയിം ചാർജ് ആകുമ്പോൾ റിപ്പൾഷൻ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F ആണ്. The number of electrons missing from each ion will be. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ് ഫ്രം ഈച്ച് അയോൺ. ഈ റിപ്പൾഷൻ കാരണം ഇവർക്ക് എത്ര ഇലക്ട്രോൺസ് മിസ് ചെയ്യും, ആ എത്ര ഇലക്ട്രോൺസ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഇൻഫോർമേഷനും തന്നിട്ടില്ല. നമുക്ക് ആകെ അറിയുന്നത് കുറച്ച് ഫോർമുലാസ് ആണ്. ഈ ഒരു ഫോർമുലാസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് തമ്മിൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് കാണാനുള്ള ഫോർമുല F is equal to K. രണ്ട് പോസിറ്റീവ് ചാർജ് ആണല്ലോ, അപ്പോൾ Q² ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D². F is equal to K(Q²) by D². അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ്, എത്ര ഇലക്ട്രോൺസ് ആണ് മിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ട വാരിയബിൾ എന്ന് പറയുന്നത് N ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, N എന്ന് പറയുന്ന ഒരു വാരിയബിൾ വരുന്ന ഫോർമുല ഏതാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ ക്യൂവിന്റെ വാല്യൂ, Q ചാർജിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് NE എന്നുള്ളത്. യെസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ക്യൂവിനെ NE എന്നുള്ളതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് N കിട്ടും. അപ്പൊ അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഒരു D² ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഡിവൈഡഡ് ബൈ D² ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇൻറ്റു D², ഇവിടെ ഇൻറ്റു Q² ഈ സൈഡിലോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ Q² കൊണ്ടുവരണ്ട, Q² അവിടെ എടുക്കട്ടെ. ഇൻറ്റു Kനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ K, ദാറ്റ് ഈസ് ഈക്വൽ ടു Q² അല്ലേ. നമുക്കറിയാം ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ പ്ലസ് ഓർ മൈനസ് NE ക്വാണ്ടൈസേഷൻ. സോ FD² ബൈ K is equal to, നോക്കത് 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നീറ്റില്. അപ്പൊ FD² ബൈ K, Q² നമുക്ക് N² E². യെസ്, പക്ഷെ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് N ആണ്. അപ്പൊ നമുക്ക് E² ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ FD² ബൈ K E². പക്ഷെ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് എല്ലാം 4πε0 അപ്പൊ നമുക്കറിയാം Kന്റെ വാല്യൂ 1/4πε0 ആണ്. പക്ഷെ ഇവിടെ വെറും K ആണ് തന്നിരിക്കുന്നത്, 1/K ആണ് തന്നിരിക്കുന്നത്. 1/K ആകുമ്പോൾ 4πε0. അപ്പൊ നമുക്ക് ഇവിടെ 1/Kനെ എങ്ങനെ കൊടുക്കാം? 4π. അപ്പൊ N²ന്റെ വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. 4πε0 D² ബൈ F എഴുതിയില്ല അല്ലെ, FD² ബൈ E². ഓക്കെ, പക്ഷെ നമുക്ക് N ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ N is equal to റൂട്ട് ഓഫ് 4πε0. എഫിനെ പുറത്തിട്ടു, D² റൂട്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ നമുക്കതിനെ D² പുള്ളിലിട്ടാലും കുഴപ്പമില്ല, പുറത്തെടുപ്പം നമുക്ക് ഓപ്ഷനിൽ ഇവിടെ D² അകത്താണ്. അപ്പൊ നമുക്ക് D² അകത്ത് തന്നെ ഇടാം, ബൈ E² അകത്ത് തന്നെയാണ്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. N is equal to റൂട്ട് ഓഫ് 4πε0 FD² ബൈ E². സോ ഓപ്ഷൻ നമ്പർ C. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ ആൻസർ സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് ക്വാണ്ടൈസേഷന്റെ കോൺസെപ്റ്റും കുളംസ് ലോന്റെ കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺസ്. ഇപ്പൊ ഇവിടെ ഞാൻ എഴുതിയെടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അപ്പൊ ഞാൻ പറയുന്നത് കേട്ടൊന്ന് എഴുതിയെടുക്കുക. സപ്പോസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഡിഫർ സ്ലൈറ്റ്ലി. ചെറിയൊരു ഡിഫറൻസ്, അവരുടെ ചാർജിന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വൺ ഓഫ് ദം ഈസ് -E. ഒരെണ്ണത്തിന്റെ, അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? -E. ആൻഡ് അതർ വൺ ഈസ് E പ്ലസ് ഡെൽറ്റ ഇ. One of them is -E and other one is E plus delta E. If the net electrostatic force and gravitational force between the two hydrogen atom place, രണ്ട് ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് അല്ല, അവർക്ക് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഡെൽറ്റ ഇന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2017 നീറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പൊ എന്താ, അതിൽ ആദ്യം തന്നിരിക്കുന്നത് ഹൈഡ്രജൻ ആണ് തന്നിട്ടുണ്ട് അല്ലെ. ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്? ഹൈഡ്രജനിലെ എത്ര ഇലക്ട്രോൺ, എത്ര പ്രോട്ടോൺ? യെസ്, 1 പ്രോട്ടോൺ അല്ലെ. 1 പ്രോട്ടോൺ ആണുള്ളത് ഹൈഡ്രജൻ. 1 പ്രോട്ടോണിന്റെ ഹൈഡ്രജൻ ആണ്. അപ്പോൾ അതിനകത്തുള്ള ടോട്ടൽ ചാർജ്, ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ ഹൈഡ്രജനകത്തുള്ള നെറ്റ് ചാർജ് എന്താ? ഇതാണ് ഹൈഡ്രജൻ ആറ്റം. ഒരു പ്രോട്ടോൺ ഉണ്ടാവും, ഒരു ഇലക്ട്രോൺ. ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ന്യൂട്രോൺ ഉണ്ടാവാണ്ടിരിക്കോ? നമുക്കിവിടെ പ്രോട്ടോണിന്റെ കേസാണ് നോക്കുന്നത്. അപ്പൊ പ്രോട്ടോൺ, ഇലക്ട്രോൺ ഉണ്ട്. പ്രോട്ടോണിൽ
തന്നിരിക്കുന്നത് ഇ പ്ലസ് ഡെൽറ്റ ഇ ആണ് ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൈഡ്രജന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇ പ്ലസ് ഡെൽറ്റ ഇ മൈനസ് ഇ. അപ്പൊ ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ആണ്. അപ്പൊ ഇവർ തമ്മിൽ കൊളംസ് ലോ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത് ഡെൽറ്റ ഇ കാരണമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നതും ഡെൽറ്റ ഇ ആണ്. ഇനി അടുത്ത കണ്ടീഷൻ തന്നിരിക്കുന്നത് ഇവർക്ക് തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമുക്കറിയാം ഹൈഡ്രജൻ മാസ് ഉണ്ട്, അപ്പൊ മാസ് കാരണമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറൈസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിലുള്ള അവരുടെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതായത് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്ലസ് എഫ് ഗ്രാവിറ്റേഷണൽ വാല്യൂ ഇസ് 0. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 0 ആണെങ്കിൽ ഇവർ തമ്മിൽ നെറ്റ് വാല്യൂ 0 ആവണമെങ്കിൽ ഇവർ തമ്മിൽ ഈക്വൽ ആവണല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണോ അത്രത്തോളം തന്നെ ആയിരിക്കണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിലാണല്ലോ നെറ്റ് വാല്യൂ 0 ആവുക. അപ്പോൾ എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് is actually is equal to F gravitational. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോർമുല കൊടുക്കാം. എഫ് ഇലക്ട്രോസ്റ്റാറ്റിക്കിന്റെ വാല്യൂ കെ Q1 Q2. ഇവിടെ നമുക്കറിയാം രണ്ട് ഹൈഡ്രജനിലും ഏത് ചാർജ് കാരണമാണ് ഫോഴ്സ് അറൈസ് ചെയ്യുന്നത്? ഡെൽറ്റ ഇ. കാരണം ഇവിടെ ഈ മൈനസ് ഇയും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ഇ ബൈ ഡിസ്റ്റൻസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി M1 M2. ഇവിടെ മാസ് ഓഫ് രണ്ടും ഹൈഡ്രജൻ ആണ്. മാസ് ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട് 1.67 × 10⁻⁻27 ഹോൾ സ്ക്വയർ എഴുതാം ബൈ ആർ സ്ക്വയർ. അപ്പം നമുക്കറിയാം ഇവിടെ ആർ സ്ക്വയർ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം വാല്യൂ കൊടുക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ, ഡെൽറ്റ ഇയുടെ വാല്യൂ ആണ്. അപ്പോൾ ജിയുടെ വാല്യൂ കൊടുക്കുക 6.67 × 10⁻11 ഇൻറ്റു 1.67 × 10⁻27 ഹോൾ സ്ക്വയർ ബൈ 9 × 10⁻9. ഓക്കെ, ആക്ച്വലി ഇത് വലിയൊരു കാൽക്കുലേഷൻ ആണ്. ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ വേഗം ഓപ്ഷനിലോട്ട് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എങ്ങനെയാണ്, ക്ലോസ് ആയിട്ടാണോ അതോ ഡിസ്റ്റൻസിലാണോ കിടക്കണമെങ്കിൽ നോക്കാം. അപ്പോൾ നോക്കി 10⁻23, 10⁻37, 10⁻47, 10⁻20. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് ഉള്ള വാല്യൂസ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ എന്തായാലും നന്നായിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഈ 9 × 10⁻9 ഒറ്റയ്ക്ക് 10⁻10 എന്ന് എഴുതുന്നതായിരിക്കും ബുദ്ധി. കാരണം ഇവിടെ 10⁻2 വാല്യൂ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വാല്യൂസ് എല്ലാം 10⁻10 ആക്കാം. എന്നിട്ട് നമുക്ക് ഈ 6.67 ഞാൻ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഇത് ചെയ്യാനുള്ള മെത്തേഡ് മാത്രം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. 6.67 × 1.67 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ 10⁻11 10⁻27 ഹോൾ സ്ക്വയർ ഇൻറ്റു 10⁻10. -10 വരാൻ കാരണം 10⁻10 മുകളിലോട്ട് എടുക്കുമ്പോൾ 10⁻10. ഫൈനലി നമുക്കിതിനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഡെൽറ്റ ഇൻ്റെ വാല്യൂ, ഇതും നമുക്ക് കുറേ റൗണ്ട് ഓഫ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സ് നമുക്ക് ഒരു 10⁻2.5 × 1.67. ആക്ച്വലി ഡെൽറ്റ ഇ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണിത് കേട്ടോ. ഡെൽറ്റ ഇ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണിത്. ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഡെൽറ്റ ഇ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പോൾ ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ഈസ് ആക്ച്വലി ഈക്വൽ ടു, ഇത് നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു 10ൻ്റെ വാല്യൂ, ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10⁻75 കിട്ടും. 10⁻75. അപ്പോൾ പക്ഷേ ഇത് വെറും ഡെൽറ്റ ഇ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 10⁻75 എന്ന് പറയുന്നത്. അപ്പോൾ വെറും ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് ആയിരിക്കുമല്ലോ. 75ൻ്റെ റൂട്ട് അപ്രോക്സ് വരുന്നത് 37.5 ഒക്കെയാണ്. 37.5ൻ്റെ ഇരട്ടിയാണല്ലോ 75 വരുന്നത്. അപ്പോൾ നമുക്കതിന് ജസ്റ്റ് 37 എഴുതിയാൽ മതി. 10⁻⁻37. ഇതിന് എത്രയ്ക്കോ വാല്യൂ വരുന്നുണ്ട്, പക്ഷെ നമുക്കത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം കിടക്കുന്നത് 10⁻2 കണ്ടോ. ഈ ജസ്റ്റ് ഈ ഒരു 10ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇതിപ്പോൾ അത്രയും ഡിഫറൻസ് വരുത്താൻ പോകുന്നില്ല ഈ 10ൻ്റെ വാല്യൂയിൽ. കാരണം ഈ ആൻസേഴ്സ് എല്ലാം ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 1 മിനിറ്റിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാ വാല്യൂസും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ആൻസറിൻ്റെ മുകളിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ 10⁻75നെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 10⁻37, അതിൻ്റെ റൂട്ട് കാണുമ്പോൾ 10⁻37 കിട്ടും. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 10⁻37 കൂടെ. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല, കാരണം ഇത് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലുള്ള റൗണ്ട് ഓഫ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാനേ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ ഇതിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിൽ നെറ്റ് വാല്യൂ 0 ആണ്. 0 ആണെങ്കിൽ അതിനർത്ഥം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഈക്വൽ ആണെന്നാണ്. പക്ഷെ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് കാരണം, ഏത് ചാർജ് കാരണമാണ് അറൈസ് ചെയ്യുന്നത്? ഒരു ഹൈഡ്രജനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് E + ഡെൽറ്റ ഇ, ഇലക്ട്രോണിന്റെ ചാർജ് -E. അപ്പൊ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് E - E ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നെറ്റ് ചാർജ് ആയിട്ടുള്ള ഡെൽറ്റ ഇ കാരണമാണ് കുളം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അറൈസ് ചെയ്യുന്നത്. ഈ ഡെൽറ്റ ഇന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൗണ്ട് ഓഫ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, വി ഗെറ്റ് ദ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഓപ്ഷൻസ് അല്ല തന്നിരിക്കുന്നത്. കാരണം ഇത് ആക്ച്വലി ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം. ഇതിന്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും ഇതിന്റെ മെത്തേഡ് ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഇതിനോട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനോട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 2 ഐഡന്റിക്കൽ സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഈച്ച് ഹാവിംഗ് മാസ് m. അപ്പോൾ നമുക്ക് 2 സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഉണ്ട്. രണ്ടുപേരുടെ മാസ് m ആണ്. ഇവർ രണ്ടുപേരും ഇക്വിലിബ്രിയത്തിൽ ആസ് ഷോൺ ഇൻ ദ ലെങ്ത് ഓഫ്, സോറി ഇതിന്റെ ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ മറന്നു. ഇപ്പോൾ ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഇക്വിലിബ്രിയത്തിൽ അവർ ഹാങ് ചെയ്തേക്കാണ്. നമ്മുടെ കയ്യിൽ 2 സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഉണ്ട്. ഇതൊരു സ്ഫിയർ, ഇതൊരു സ്ഫിയർ. അപ്പൊ ഇവർ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുമ്പോൾ അവർ മൂവ് ചെയ്യാണ്ട് കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 സ്ഫിയേഴ്സ് ഉണ്ട്. ഇതിന്റെ മാസ് വരുന്നത് m ആണ്. 2 സ്മോൾ ചാർജ്ഡ് ഈക്വൽ സ്ഫിയേഴ്സ് ആണ്, ഐഡന്റിക്കൽ ആണ് തന്നിട്ടുണ്ട്. ഓഫ് ആസ് ഷോൺ ഇൻ ദ ലെങ്ത് ഓഫ് സ്ട്രിങ് L. സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്കറിയാം, L ലെങ്ത് ആണ് സ്ട്രിങ്ങിന്റെ ലെങ്ത്. ആൻഡ് an angle made by the string with the vertical. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ അല്ലേ? വെർട്ടിക്കലായിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ചിലപ്പോൾ തന്നിണ്ടാവുക ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഡയറക്റ്റ് ഇത് മൊത്തത്തിൽ തീറ്റയാവും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് വെർട്ടിക്കലായിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ഫിഗർ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ഒരു സ്ട്രിങ് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല സ്ട്രിങ്ങിന്റെ ടെൻഷൻ എല്ലാം കാണാനായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ മതി. അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് തീറ്റ ആംഗിളിലാണ് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. ഇത് മാസ്, ഈ ഒരു മാസ് കാരണം ഇതിലോട്ട് അടിയിലോട്ട് ഇതിന് വെയിറ്റ് ആക്ട് ചെയ്യും അല്ലേ? അപ്പം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? mg അല്ലേ? അപ്പം ഈ ഒരു വെയിറ്റ് കാരണം ഈ ഒരു സ്ട്രിങ്ങിലാണ് ഈ ബോൾ ഇരിക്കുന്നത്. അപ്പോൾ സ്ട്രിങ്ങിന് എന്തായാലും വെയിറ്റ് കാരണം ഒരു ടെൻഷൻ ഫീൽ ചെയ്യും അല്ലേ? ടെൻഷൻ. അപ്പം നമുക്ക് നോക്കാം. ഈ ടെൻഷൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ആംഗിൾ വരച്ച് നോക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നോക്കി ഇവിടെ തീറ്റയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ് വരെ, കണ്ട Z ഷേപ്പ്. അപ്പോൾ തീറ്റ ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ തീറ്റ. അപ്പോൾ നമുക്ക് ഈ ടെൻഷനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു തീറ്റ ആയിട്ടല്ലേ? അപ്പോൾ ഒന്ന് ഇവിടേക്കും റിസോൾവ് ചെയ്യുക, ഒന്ന് ഈ ഒരു പൊസിഷനിൽ, തീറ്റ അല്ലാത്ത ഈ ഒരു പൊസിഷനിലോട്ട്. അപ്പോൾ തീറ്റയുടെ ഭാഗത്ത് വരുമ്പോൾ എന്താ? തീറ്റ ഉള്ള ഭാഗത്ത് റിസോൾവ് ചെയ്യുമ്പോൾ കോസും, തീറ്റ ഇല്ലാത്ത ഭാഗത്ത് റിസോൾവ് ചെയ്യുമ്പോൾ സൈനും. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ തീറ്റ ഉള്ള ഈ ഒരു ഏരിയയിൽ റിസോൾവ് ചെയ്യുമ്പോൾ ടി കോസ് തീറ്റ. കാരണം തീറ്റയുടെ ഇതാണ് തീറ്റ വരുന്നത്. അപ്പോൾ ടി കോസ് തീറ്റ. ഞാൻ തീറ്റ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, തീറ്റ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടി സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിസോൾവ് കഴിഞ്ഞു, ടി കോസ് തീറ്റ. നമ്മൾ ടെൻഷന് റിസോൾവ് ചെയ്തു, ടി കോസ് തീറ്റ, ടി സൈൻ തീറ്റ. ക്ലിയർ? ഇനി പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇവർ 2 ഐഡന്റിക്കൽ സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ആണ്. ചാർജ്ഡ് സ്ഫിയർ ആകുമ്പോൾ നമുക്ക് ചാർജ്ഡ് സ്ഫിയർ ആണ്. ഇവർക്ക് അപ്പം എന്തായാലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യും. മാത്രമല്ല ഇവർ ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ ആകുമ്പോൾ ഇതിന്റെ ഫോഴ്സ് ഈ സൈഡിലോട്ടും ഇതിന്റെ ഫോഴ്സ് ഈ സൈഡിലോട്ടും ആക്ട് ചെയ്യുക അല്ലേ? ഈ ഒരു സൈഡിലോട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പോൾ ഇപ്പോൾ റെസൊല്യൂഷൻ കഴിഞ്ഞു. താഴത്തോട്ട് ഈ ബോളിന്റെ വെയിറ്റ് കാരണം mg, പിന്നെ ഈ mg കാരണം ഈ ഒരു സ്ട്രിങ്ങിന് ടെൻഷൻ ആക്ട് ചെയ്യും T. അപ്പം മാത്രമല്ല ഈ ഒരു തീറ്റ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്തൊരു ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ സൈഡിൽ ടി കോസ് തീറ്റ, തീറ്റ ഇല്ലാത്ത സൈഡിൽ ടി സൈൻ തീറ്റ. ഇനി ഇതിനെ ബാലൻസ് ചെയ്യുന്നത് ആക്ച്വലി ഇതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ബിക്കോസ് ഇത് സ്ഫിയേഴ്സ് ആർ ചാർജ്. അപ്പം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം?
ഈ ഒരു ബോൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ പരസ്പരമുള്ള ഈ ഫോഴ്സുകൾ, ഇതൊരു ഫോഴ്സാണ്, ഇതൊരു ഫോഴ്സാണ്, ഇതും ഫോഴ്സാണ്. അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇവർ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാല്യൂ വരുന്നത് ഈ FE എന്ന് പറയുന്നത് T sin തീറ്റയോട് ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തത് mg എന്ന് പറയുന്നത് T cos തീറ്റയോട് ഈക്വൽ ആണ്. FE എന്ന് പറയുന്നത് T sin തീറ്റ, mg എന്ന് പറയുന്നത് T. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ടെൻഷൻ കാണണമെങ്കിൽ ടെൻഷൻ കാണാം, ഡയറക്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണണമെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ് നമുക്കിത് കാണാം. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളടുത്ത് എന്താ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല, ചാർജാണ് ചോദിച്ചിരിക്കുന്നത്, ക്യൂവിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിനായിട്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1/2. അപ്പോൾ FE by mg is equal to T sin theta by T cos theta. ടെൻഷൻ ക്യാൻസൽ ചെയ്ത് പോകും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വാരിയബിൾസ് വരും. ഇവിടെ ടെൻഷൻ നമുക്ക് അറിയില്ല, അപ്പോൾ വാരിയബിൾസ് വരാൻ പാടില്ല. മാത്രമല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഫിസിക്സിൽ റൂൾസ് ആണ്. നമ്മൾ ഒരു ആൻസർ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട റൂൾസ് ആണ്. ഫിസിക്സിൽ ഇങ്ങനത്തെ പ്രത്യേകിച്ചുള്ള ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ അവർ തന്നിരിക്കുന്ന വാല്യൂസ്, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് L തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ കോൺസ്റ്റൻറ്റും നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള കോൺസ്റ്റൻറ്റും ഈ ഒരു വാരിയബിൾസ് അല്ലാണ്ട് വേറെ വാരിയബിൾസ് യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിവിടെ ടെൻഷൻ T നമ്മൾ എടുത്തിട്ടുള്ള ഇതാണ്, പക്ഷേ ടെൻഷൻ T നമ്മൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ടെൻഷൻ T ആൻസറിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം മാക്സിമം ഒരു വാരിയബിൾ മാത്രമേ നമ്മൾ ചെയ്യണതിൽ ഉണ്ടാവാൻ പാടുള്ളൂ, നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കണം. അപ്പോൾ ടെൻഷൻ T ക്യാൻസൽ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കാണാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് T പിന്നെയും വാരിയബിൾ ആയിട്ട് കിട്ടും. അതില്ലാണ്ടിരിക്കാനാണ് T കളയാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ പോയിന്റ്സ് പറഞ്ഞു തരുന്നത് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പോയിന്റ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടെൻഷൻ T കളയാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ കിട്ടി. യെസ്, ടാൻ തീറ്റ. അപ്പോൾ FEയുടെ വാല്യൂ എന്ത് വരും? FE is equal to mg tan theta. യെസ്, FE is equal to mg tan theta. ഇനി നമുക്ക് FEയുടെ വാല്യൂ ഡയറക്റ്റ് കൊടുക്കാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F, ഇത് നമുക്കറിയാം സ്മോൾ ചാർജിൽ Q ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ Q² ബൈ ഡിസ്റ്റൻസ്, ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് R എടുക്കാം. ഡിസ്റ്റൻസ് R, KQ² ബൈ R² is equal to mg tan theta. അപ്പോൾ നമുക്ക് ഇതിലെ Q² ആണ് കാണേണ്ടത്. Q² is equal to K mg tan theta R². പക്ഷേ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്യൂവിന് റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ R അല്ല തന്നിരിക്കുന്നത്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ്. ഡിസ്റ്റൻസ് R തന്നിട്ടില്ല, നമുക്ക് R എന്നുള്ള വാരിയബിൾ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് R മാറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? ഇവിടെ ജസ്റ്റ് നോക്കി നോക്ക്. അപ്പോൾ ഈ ഒരു R കാണാനായിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിളുടെ ഹാഫ് പോർഷൻ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ആംഗിൾ തീറ്റ നമുക്കറിയാം, ഇതിൻ്റെ ലെങ്ത് L, ഇത് ടോട്ടൽ R ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് R/2 ആണ്. അപ്പോൾ നമുക്കിതിന് R മാറ്റണം. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് സൈൻ തീറ്റ കണ്ടുണ്ട്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് R/2 ഹൈപ്പോട്ടന്യൂസ് L. സോ അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളുടെ ഹാഫ് പോർഷൻ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഹാഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, ഇത് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് L, നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഈ ഒരു ഹാഫ് വരുമ്പോൾ R/2. അപ്പോൾ നമുക്ക് നോക്കാം സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് രണ്ടും തന്നിട്ടുണ്ട്, സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് R/2 ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു R/2 ബൈ L/1. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു R/2L. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2L സൈൻ തീറ്റ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല, ബേസിക് ആയിട്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ R is equal to 2L സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് Q² is equal to KMG tan തീറ്റ. ആറിൻ്റെ വാല്യൂ 2L സൈൻ തീറ്റ. അപ്പോൾ R² ആണുള്ളത് 4L² സൈൻ² തീറ്റ. അപ്പോൾ ഒന്നും കൂടി ഒരു വൃത്തിക്കായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ തന്നിരിക്കുന്നത് K തന്നിട്ടുണ്ട്. അപ്പോൾ Kനെ K ആയിട്ട് എഴുതണ്ട, നമുക്ക് വാരിയബിൾ ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ Kന്റെ വാല്യൂ 1/4π 1/Kന്റെ വാല്യൂ, സോറി ഒരു മിസ്റ്റേക്ക് വന്നു. ഈ ഒരു Q² Kനെ ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ K. ഓക്കെ, 1/K ആണ്. അപ്പോൾ K എന്ന് പറയുന്നത് 1/4πε0. അപ്പോൾ 1/K 4πε0.
4 pi epsilon 0 mg tan theta 4 L square sin square theta. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 16 pi epsilon 0 mg L square sin square theta tan theta. ഇതാണ് റൂട്ട്, ക്യൂവിൻ്റെ വാല്യൂ റൂട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത്രയും വലിയ ആൻസർ കാണാപ്പാടം പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ഇതിന്റെ മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം, കാരണം ഇതിനോട് ബേസ് ചെയ്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഒന്നുകൂടി അത് റിസോൾവ് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് ഈക്വലി ചാർജ്ഡ് ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ഫിയർ, ദേ ആർ പ്ലേസ്ഡ് ഇൻ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ഫിയർ കാരണം അടിയിലോട്ട് അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യും mg. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിന് ടെൻഷൻ ആക്ട് ചെയ്യും T. ഇത് തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്ന ഓൾറെഡി ക്വസ്റ്റ്യനിൽ വെർട്ടിക്കൽ ആയിട്ട് തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ടെൻഷൻ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ലൈനും കൂടി വരച്ചാൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ കിട്ടും. അപ്പൊ ഇതിനോട് റിസോൾവ് ചെയ്യുമ്പോൾ T cos തീറ്റ, ഇവിടെയാണ് തീറ്റ ആംഗിൾ വരുന്നത്, T cos തീറ്റ. ഈ സൈഡിലോട്ട് വരുമ്പോൾ T sin തീറ്റ. ഇനി രണ്ട് ബോൾക്ക് തമ്മിൽ ചാർജ് ബോൾസ് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എന്തായാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. മാത്രമല്ല ഈക്വൽ ചാർജ് ആകുമ്പോൾ ഇതിന്റെ ഫോഴ്സ് ഇങ്ങോട്ടും ഇതിന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നതാണ് T sin തീറ്റ, ഇതിന്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നതാണ് T cos തീറ്റ. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡെറിവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ Q കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അപ്പൊ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. 2 small spherical balls, രണ്ട് സ്മോൾ സ്ഫെറിക്കൽ ബോൾസ് ആണ്. ഇതിന് ചാർജ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10 മൈക്രോ കുളം. അപ്പൊ നമുക്ക് ചാർജ് അല്ല കാണേണ്ടത് ക്വസ്റ്റ്യനിലെ. ആർ സസ്പെൻഡഡ് ബൈ 2 insulating thread of equal length 1 meter. അപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട് ത്രെഡിന്റെ 1 meter അറ്റ് എ പോയിന്റ് ഫിക്സ്ഡ് ഇൻ ദി സീലിംഗ്. ഒരു സീലിംഗിൽ നിന്ന് നേരത്തെ വരച്ച അതേ ഫിഗർ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇൻ ഇക്വിലിബ്രിയം ത്രെഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ആംഗിൾ 60 ഡിഗ്രി. പക്ഷെ ഇവിടെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ്. ഇവിടെ 60 ഡിഗ്രി എന്ന് പറയുന്നത് രണ്ട് ത്രെഡുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ആണ്. അതേപോലത്തെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇവിടെ 60 ഡിഗ്രി എന്ന് പറയുന്നത് രണ്ട് ത്രെഡ്സിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ ആണ്. ദെൻ ചോദിച്ചിരിക്കുന്നത് ടെൻഷൻ ഓഫ് ത്രെഡ് ആണ്, ത്രെഡിന്റെ ടെൻഷൻ. അപ്പൊ ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ സീലിംഗ് ബോൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ആൻ ആംഗിൾ 60, ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രി അല്ലേ? ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രി. പക്ഷെ നമുക്ക് റിസോൾവ് ചെയ്യാൻ എളുപ്പം ഹാഫ് എടുക്കുന്നതാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഹാഫ് വരുന്നത് എത്രയാണ്? 30 ഡിഗ്രി എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 1 മീറ്റർ. അപ്പോൾ റിസോൾവ് ചെയ്യാം mg FE. ഇത് ഇവിടെ 30 ഡിഗ്രി വരും. 30 ഡിഗ്രി വരുമ്പോൾ ഇവിടെ ടെൻഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടെൻഷൻ T cos 30, ഈ സൈഡിലോട്ട് T sin 30. ക്ലിയർ? അപ്പോൾ ഈ റിസോൾവ് ചെയ്യാൻ നന്നായി അറിയണം, സിമ്പിളായിട്ട് കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും ടെൻഷൻ കാണാനാണ്. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടെൻഷൻ കാണാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല ഇക്വേറ്റ് ചെയ്താൽ മതി. എന്തായാലും മാസം ഒന്നും നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടില്ല, തന്നിരിക്കുന്നത് ചാർജാണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അതൊന്നും വേണം നമുക്ക് കാണാനായിട്ട്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. F ഈസ് ഈക്വൽ ടു T sin 30. എഫിയുടെ ഫോർമുല K. Q1 Q2. Q1 10 മൈക്രോ കുളം തന്നിട്ടുണ്ട്. 10 × 10⁻⁻6. 10⁻⁻6 into 10 into 10⁻⁻6 മൈക്രോ കുളം ബൈ ഡിസ്റ്റൻസ് അറിയില്ല, നമുക്ക് r² എഴുതാം. ഇസ് ഈക്വൽ ടു T sin 30. sin 30യുടെ വാല്യൂ 1/2. 1/2. യെസ്. ഓക്കെ, ഇനി നമുക്ക് കെന്റെ വാല്യൂ 9 × 10⁻9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം r ആണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു r-ന്റെ വാല്യൂ 12 sin θ. അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ പോയി റിവൈസ് ചെയ്തോ. അപ്പോൾ r-ന്റെ വാല്യൂ 12 sin θ. അപ്പോൾ r²ന്റെ വാല്യൂ 4L² sin square θ. അപ്പോൾ 4L²ന്റെ വാല്യൂ 1 തന്നിട്ടുണ്ട്, കാരണം ലെങ്ത് ഓഫ് സ്ട്രിങ് 1 ആണ്. 4 × 1 × sin square θ. sin θ എന്ന് പറയുന്നത് sin 30 ഡിഗ്രി അല്ലേ? sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ sin square θ എന്ന് പറയുമ്പോൾ sin square θ × θ sin square sin 30 × sin 30 1/2 × 1/2 equal to 1/4. അപ്പോൾ 4 ക്യാൻസൽ ചെയ്തു. അപ്പോൾ r²ന്റെ വാല്യൂ 1. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ 1 കൊടുക്കാം. കെന്റെ വാല്യൂ 9 × 10⁻9 ഇതിനെ 10 × 10 10²
10 raised to minus 6 into 10 raised to minus 10 raised to minus 12 is equal to t by 2. അപ്പോൾ 2നെ ആ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 2 into 9 18 into 10 raised to 2 minus 12 plus 2 എന്ന് പറയുന്നത് -10 ആണ്. -10 plus 9 എന്ന് പറയുന്നത് -1. 10 raised to -1. So 1.8 Newton. ക്ലിയർ? അപ്പോൾ നമുക്ക് ആൻസർ 1.8 Newton കിട്ടിയിരിക്കുന്നു. നമ്മൾ ഡയറക്റ്റ് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ടെൻഷനാണ് ഇവിടെ കാണേണ്ടത് മാത്രം. മറ്റേതിൽ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷെ അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രൈ യുവർ സെൽഫ് ക്വസ്റ്റ്യൻ. ഇത് നീറ്റ് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 പിറ്റ് ബോൾസ് ക്യാരിങ് ഈക്വൽ ചാർജസ്. 2 ചാർജസ് ക്യാരി ചെയ്യുന്ന 2 ബോൾസ് ആണ്. സസ്പെൻഡഡ് ഫ്രം എ കോമൺ പോയിന്റ് ബൈ എ സ്ട്രിങ് ഓഫ് ഈക്വൽ ലെങ്ത്. ദി ഇക്വിലിബ്രിയം സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് ആർ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ് സീലിംഗിൽ നിന്ന് 2 ബോൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് 6 ആണ്. ഇവരുടെ ഹൈറ്റ് വരുന്നത് y ആണ് കേട്ടോ. ഇനി ഈ സ്ട്രിങ് ഇവിടുന്ന് അഴിച്ചിട്ട് ഒന്നും കൂടി താഴ്ത്തി ഇറക്കി കെട്ടിയേക്കാണ്. അതെന്താ? y/2 ഡിസ്റ്റൻസ് വിട്ടിട്ട് ഹാഫ് ഡിസ്റ്റൻസിൽ നിന്നാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് r' ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ r' വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അതേ കോൺസെപ്റ്റ് തന്നെയാണ്. കമ്പയർ ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ആൻസർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ? അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്കിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രാക്ടീസ് ബുക്സ് നിന്നെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ? അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവും. ഇനി നമുക്ക് ജസ്റ്റ് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ഒരു വീഡിയോ. ഇതിൽ കമ്പാരിസൺ വിത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫോർമുല F is equal to G(m1 m2 by r square). കുളംസ് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to K Q1 Q2 by r square. അപ്പൊ നമുക്ക് ഇവരുടെ സിമിലാരിറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. സിമിലാരിറ്റി ബോത്ത് ഫോളോസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇവിടെ രണ്ടുപേരും F is proportional to 1 by r square അല്ലെ? F is proportional to 1 by r square. സോ ഇതിനെയാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരേ ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോഴ്സ് ആക്ട് along line joining center of body. അതായത് ഫോഴ്സ് ആക്ട് ചെയ്യപ്പോൾ രണ്ട് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ആണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ആണെങ്കിലും ഫോഴ്സ് ഇത് സെൻട്രൽ കൂടിയാണ് ആക്ട് ചെയ്യാം. ഇത് രണ്ടും ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി ആണ്. ഇനി നമുക്കൊരു ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഡിഫറൻസ് എന്താണ്? G എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അതായത് ഇത് ഏത് മീഡിയത്തിൽ പ്ലേസ് ചെയ്താലും ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 into 10 raised to minus 11 nm²/kg². ഓക്കെ? ഇനി കെന്റെ കേസ്. കെ എന്ന് പറയുന്നതാണല്ലോ കുളംസ് ഫോഴ്സിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ കെ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ മീഡിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? കാരണം ഓരോ മീഡിയത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഈ നോട്ട് അല്ലെങ്കിൽ ഇന്റെ വാല്യൂ മാറും, അല്ലെ എഫ്സലോണിന്റെ വാല്യൂ മാറും. അപ്പോൾ മാറുമ്പോൾ ഫോഴ്സിന് ഡിഫറൻസ് വരും. അപ്പോൾ കെ ഡിപ്പെൻസ് അപ്പോൺ മീഡിയം. ഇനി എഫ് ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് ഈസ് ഓൺലി അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്ഷൻ മാത്രമേ അട്രാക്റ്റീവ് ഓൺലി. ബട്ട് ഇൻ കേസ് ഓഫ് കൂളംസ് ഫോഴ്സ് ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്. സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ്, ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റീവ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇവർ നമ്മുടെ സിമിലാരിറ്റിയും ഡിഫറൻസും. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ ബാക്കി വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, പിന്നെ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ഷോർട്ട് ട്രിക്സ്, പിന്നെ കുളംസ് ലോ ഇൻ വെക്റ്റർ ഫോം, ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.